ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് നമ്മളങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നാൽ നിങ്ങളെന്നെ മറന്നു പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്കെൻ്റെ ഷിഫ്റ്റുകളൊന്നും കയ്യിൽ നിൽക്കുന്നില്ല. അത് ചിലപ്പോൾ മോർണിംഗ് ആക്കാരം, ചിലപ്പോൾ നൈറ്റ് ആക്കാരം, ചിലപ്പോൾ ആഫ്റ്റർനൂൺ ആക്കാരം, പിന്നെ നൈറ്റ് ആക്കാരം. അങ്ങനെ മാറി 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 വന്നിട്ട് എനിക്കെന്നെ ഞാൻ ഇന്നേതാ ദിവസം ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതും അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക തരം അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നല്ല അവസ്ഥയിലാവുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും, നിറച്ച് കുത്തും പുള്ളികളും ഒരുപാട് പാടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ആ ഇമ്പ്രൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, എപ്പോഴെപ്പോഴും വീഡിയോ ആയിരുന്നാൽ നിങ്ങൾ എന്നെ മറന്നു പോകും. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെൻ്റെ സാക്രിഫൈസ് കാണണം, ആ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ ഒരു പാർസൽ എടുക്കണമെന്ന് പാർസൽ ഞാൻ പൊട്ടിച്ച് നോക്കി. ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ ഷോർട്സ് ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആക്കാനും ഒരു അണ്ടർ ഐ ക്രീം പോലത്തെ ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഞാനിത് ഒരു ഷോർട്സ് പോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറഞ്ഞാൽ പോരാ, അതിൽ നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട്. വിശപ്പിന് വേണ്ടി എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് പ്രോട്ടീൻ വളരെ കുറവാണ്, ഞാൻ പ്രോട്ടീൻ കഴിക്കാറില്ല. ചിക്കനില്ല, മീനില്ല, ബീഫൊന്നും ഇവിടെ വന്നിട്ട് ഞാൻ കഴിക്കാറേ ഇല്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ രസം. കാരണം ഇവിടെ മിക്ക കടയിൽ ബീഫ് കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പ്രോട്ടീനൊക്കെ കഴിച്ച് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ സാധനവും സെറ്റായിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ സാലറി കിട്ടാൻ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാവിഷ് ആവാമല്ലോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ട മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാം. അതാവും ഇപ്പോൾ നമുക്ക് മിനിമലായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണ് എഗ്ഗ് ബോയിൽ ചെയ്യാറ്? നമ്മൾ സാധാരണ വേറെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞാൽ എഗ്ഗ് ബോയിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാണ് നമ്മുടെ അഗാരോൻ്റെ ഗ്രാൻഡ് എഗ്ഗ് ബോയിൽ വെക്കുന്നത് കേട്ടോ. ഇതിനാണ് ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി പോണത്. ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോൻ്റെ എഗ്ഗ് ബോയിലർ എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു എഗ്ഗ് ബോയിലർ ഉണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര സുഖമായിട്ട് ഒരു 5 മിനിറ്റ് മാത്രം മതി. ഇതിനൊപ്പം ഉണ്ടാവും നമുക്കൊരു എഗ്ഗ് ബോയിലിംഗ് ട്രേ ഉണ്ടാവും, പിന്നെ ഒരു പൗച്ചിങ് ട്രേ ഉണ്ടാവും, പിന്നെ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടാവും. നമുക്ക് ഈ മെഷറിംഗ് കപ്പിൻ്റെ അടിയിൽ തന്നെ ഒരു നീഡിൽ കാണാൻ പറ്റും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊരു പൊട്ടിക്കൽ ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ ബുക്ക് ഉണ്ടാവും. അതല്ലാതെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു വാറൻറ്റി കാർഡും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മെഷറിംഗ് കപ്പിൽ നമുക്ക് ആ കപ്പിൽ അളവ് കൊടുത്തിട്ടുണ്ടാവും, എത്ര വേണമെച്ചാൽ ആ അളവിനനുസരിച്ച് എടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു മുട്ട എടുത്തതിന് ശേഷം നമ്മൾ ഈ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ബാഗത്തെ നീളുമ്പോൾ ജസ്റ്റ് ഒരു കുത്ത് കൊടുത്താൽ ചെറിയൊരു ഹോൾ വീഴും. അങ്ങനെ മാത്രം മതി. എന്നിട്ട് നമ്മൾ ബോയിലിംഗ് ട്രേ ഉണ്ടല്ലോ, ട്രേ വെച്ചിട്ട് അതിൻ്റെ മേലെ എഗ്ഗ് വെക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ബട്ടൺ ഞെക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കാത്തുനിന്നാൽ മതി. 5 മിനിറ്റ് തികച്ച് വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അത്ര പെട്ടെന്നാണ് കേട്ടോ എഗ്ഗ് ബോയിലായിട്ട് വരിക. എഗ്ഗ് ബോയിലായി കഴിഞ്ഞാൽ ആ വാട്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിയുക എന്നുള്ളതാണ് കേട്ടോ എഗ്ഗ് ബോയിലാവണതിൻ്റെ കണക്ക്. അപ്പോൾ സ്വന്തമായിട്ട് ഓഫ് ആവും ചെയ്യും. പിന്നെ അടുത്തത് നമുക്ക് പൗച്ചിങ് ട്രേ വെച്ചിട്ട് നമുക്കൊരു എഗ്ഗ് പൗച്ച് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടി നമുക്ക് എഗ്ഗ് ജസ്റ്റ് പൊട്ടിച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞങ്ങളവിടെ കുരുമുളക് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇതും ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേഗമായി കിട്ടും കേട്ടോ. ഈ ഒരു എഗ്ഗ് പൗച്ച് ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമാക്കാം കേട്ടോ. കാരണം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും ഈ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിച്ചാൽ ചിലപ്പോൾ മടുപ്പ് വന്നാൽ അപ്പോൾ ഈ എഗ്ഗ് പൗച്ച് ഉണ്ടാക്കി കഴിക്കണം നല്ലതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത് ബോയിൽ ചെയ്ത എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പൗച്ച് കഴിക്കാൻ വേറൊരു രസമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ മീഡിയം ഒരു ഹാർഡായിട്ട് എഗ്ഗ് ബോയിലാണ് എനിക്ക് ഇഷ്ടമല്ല. മീഡിയം ആയിട്ട് എഗ്ഗ് ബോയിൽ അതാണ് ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറായിട്ട് ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണോ, മീഡിയം വേണോ, ഹാർഡ് വേണോ, അതിനനുസരിച്ച് നമുക്ക് ആ കപ്പിൽ മെഷർ ചെയ്തിട്ട് ഒഴിക്കാൻ പറ്റണം കേട്ടോ. പിന്നെ ഇത് കഴുകുക എന്ന് പറയുന്നത് സിമ്പിളാണ്. കാരണം എല്ലാ പാത്രം കഴുകണ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് വെള്ളത്തിനടിയിൽ കാണിച്ച് നല്ല വൃത്തിയിൽ ഇത് കഴുകി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ എടുത്തു വെക്കുമ്പോൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് തുടച്ച് നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെച്ചാൽ മതി. അധികം സ്പേസ് ഒന്നും എടുക്കാത്ത കാരണം കൊണ്ട് എടുത്തു വെക്കാനും സുഖമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എഗ് ബോയിലർ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ പോയിട്ട് മേടിച്ചാൽ മതി. ഇനി ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ.
സോ ഗൈസ് അങ്ങനെ തൽക്കാലത്തിനുള്ള വിശപ്പടക്കി ഞാനൊന്ന് ഉറങ്ങി നീക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നീക്കണം, എന്നിട്ട് വേണം ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ. അതെന്ത് കഴിക്കുമെന്ന് എനിക്കൊരു പിടുത്തമല്ല, നോക്കി നോക്കാം. അപ്പം എന്തായാലും ഞാൻ സ്ലീപ്പാൻ പോട്ടെ ഗൈസ്. ബൈ. സോ ഗൈസ് ഞാൻ എൻ്റെ ഉറക്കം കഴിഞ്ഞ് വന്നു ഗൈസ്. അപ്പം ഞാൻ നീറ്റ പാടെ ഒരാൾ നല്ല മണം വരുന്നു കേട്ടോ. എവിടെ നിന്നാ മണം എനിക്കൊരു പിടുത്തണ്ടായില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ നീറ്റിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നല്ല സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് കുക്ക് ചെയ്യണ ഒരാൾ അപർണയാണ് കേട്ടോ. മിക്കവാറും ടൈമോട് കുക്ക് ചെയ്യും. ഒരു പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒപ്പാണ് കേട്ടോ ബിരിയാണി കുക്ക് ചെയ്തത്. അപ്പം ഇന്നോള് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് കേട്ടോ. ഗൈസ് ഞാൻ പറഞ്ഞേ കിച്ചണിൽ അപർണ നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ചോറുണ്ടാക്കി തന്നിട്ട് അമ്മ ചൂടുണ്ട് ചോറുണ്ടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ വേവ് കുറച്ചേ ചോറ് വെക്കാറുള്ളൂ. കാരണം ഞങ്ങൾക്ക് വൈകുന്നേരം കടിക്കുന്ന ഇഷ്ടമാണെന്ന് പോരാണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം രാത്രി ഒക്കെ തിന്നണം. അപ്പൊ നമുക്ക് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്ര നേരം വെക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫുള്ള് എന്താ പറയാ മുൻകൂട്ടി കാണും എത്ര ഇങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ നമ്മൾ അപർണ ഉണ്ടാക്കിയിട്ടുള്ളത് സോയാ ചങ്ക്സിന്റെ ഫ്രൈ ആണ്. നോക്കൂ ഗൈസ്, ചെരിച്ചാൽ കൂടി നിലത്ത് പോകും, പിന്നെ ഒന്നും ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവിടെ ആത്മാർത്ഥമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് അപർണ. ഞങ്ങളൊന്നും ഇടക്ക് വല്ല നൂഡിൽസ് ഉണ്ടാക്കാനോ കഞ്ഞി തിളപ്പിക്കാനൊക്കെ ഞങ്ങൾ സ്റ്റവ് പോകാറുള്ളൂ. പക്ഷെ എൻ്റെ അപർണ ഈ ഗ്യാസ് മുറ്റി വെച്ചിട്ട് ലാഭമായത് അപർണക്കാണ്. ഇപ്പൊ ആള് ഉണ്ടാക്കി തരാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആളുണ്ടാക്കുന്നത് മുട്ട നല്ലടാ ഉള്ളി വാട്ടുന്ന എന്തൊക്കെ ഇതായിട്ടിടും. അപ്പൊ ഈ ഉള്ളി വാട്ടിന ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ മുട്ട വേറെ ഫ്രൈ ആണോ അതോ ചിക്കിയത്? പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മൈ ഗോഡ്, നിങ്ങള് ഇത് എന്നും ഇങ്ങനെ ആയാൽ എനിക്ക് എന്നും നൈറ്റാ? ഒരു ദിവസം നൈറ്റുള്ളൂ. ഷിറ്റ്, ഞാൻ എങ്ങനെ ഫുഡ് ഞങ്ങളെ കുക്കിംഗ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങളല്ല കേട്ടോ ഓളെ കുക്കിങ്, ഞാനൊന്നും കാട്ടിയിട്ടില്ല. ഞാൻ വർത്താനം പറഞ്ഞിരിക്കുന്നു കിട്ടും കേട്ടോ. ചോറൊക്കെ എന്തോ കല്ലായതുകൊണ്ട്, പക്ഷെ ഞങ്ങൾ വിഷയാക്കൂല. കാരണം നമ്മൾ അങ്ങനെയൊക്കെ പഠിക്കുക, കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ തൂറ്റാനുള്ള സാധനമല്ല, അതുകൊണ്ടാണ്. അല്ലെ ഞങ്ങൾ പൊളിച്ചിരുന്നു. കഴിഞ്ഞു ഗായ്സ്. ഇനി ഒന്ന് കിടന്ന് വീണ്ടും ഉറങ്ങണം. കാരണം ഇന്നും എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. ലിപ്സ്റ്റിക്ക് തുടച്ചൊന്നും ഫുള്ളായിട്ട് പോയിട്ടില്ല. നമ്മുടെ ചോപ്പ് കളർ ഇപ്പോഴും ചുറ്റോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു കുട്ടി വീഡിയോ. ഒന്ന് വ്ളോഗ് എടുക്കാൻ തോന്നി, അപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.